ഇന്ന് ലോക അർബുദ ദിനമാണ്. അർബുദത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിലൂടെ ചികിത്സയും പ്രതിരോധവും ഉറപ്പുവരുത്തുകയാണ് ഈ ദിനം ലക്ഷ്യമിടുക. ലോകാരോഗ്യ സംഘടനയുടെ പങ്കാളിത്തത്തോടെ യൂണിയൻ ഓഫ് ഇന്റർനാഷണൽ ക്യാൻസർ സെന്റർ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ദിനാചരണം. അർബുദ ചികിത്സ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. ചിലരിൽ രോഗാവസ്ഥ സങ്കീർണമാകും, മറ്റു ചിലരിൽ അത്ര ഗുരുതരമല്ലാത്ത നിലയിലും. ഓരോരുത്തർക്കും ആവശ്യമായ കരുതലും പരിചരണവും ചികിത്സയും ഉറപ്പാക്കുക എന്നതാണ് ഈ വർഷത്തെ അർബുദ പ്രതിരോധ ദിനത്തിലെ പ്രമേയം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്ത് അർബുദ രോഗബാധിതരുടെ നിരക്ക് കൂടി വരികയാണ്. കൃത്യമായ അവബോധമുണ്ടെങ്കിൽ ഒരു പരിധിവരെ അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയും. തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ 90% കേസുകളും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അർബുദത്തിന് കാരണമാകുന്ന ദുശ്ശീലങ്ങളിലൊന്ന് പുകയില ഉപയോഗമാണ്. പുകയിലയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക, ആരോഗ്യകരമായ ഭക്ഷണം, കൃത്യമായ ഇടവേളകളിൽ സ്ക്രീനിംഗ്, പ്രതിരോധ മാർഗങ്ങൾ ഇവയെല്ലാം ഗുണം ചെയ്യും. എത്രയും പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ചികിത്സയും എളുപ്പമാകും. അർബുദ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ മറക്കണ്ട, ഈ പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ സംരക്ഷണം തന്നെയാണ്. ഏതൊക്കെ ദുശ്ശീലങ്ങളുണ്ടോ അതൊക്കെ മാറ്റി നിർത്തുക എന്നത് ചില ദിനങ്ങളുടെ പ്രത്യേകതയാണല്ലോ. നമുക്ക് അപ്പോൾ തോന്നും അല്ല ഇന്ന് തൊട്ട് വേണ്ട എന്ന്. അങ്ങനെ തോന്നാൻ ഉള്ള അല്ലെങ്കിൽ ഒരു മനസ്സുണ്ടാവട്ടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തോന്നി തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയെല്ലാം ഈസിയാണ്. അതെ, അപ്പോൾ ഈ പുകവലി, ശരിയല്ലാത്ത ജീവിതശൈലി, അതുപോലെ തന്നെ മദ്യപാനം, ലഹരിയുടെ എല്ലാ ഉപയോഗവും ഒഴിവാക്കുക എന്നൊരു തീരുമാനം ഇന്നങ്ങ് എടുത്താലോ? നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവർ എടുത്താലോ എന്നായാലും ഞാൻ ചോദിച്ചത്.